യാത്രാ സൗകര്യം പരിസ്ഥിതി സൗഹൃദമാക്കാനുള്ള വലിയ നീക്കവുമായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഹൈഡ്രജൻ ഫുവൽ സെൽ ഇലക്ട്രിക് ബസ്സുകൾ സർവീസിലെത്തിച്ച രാജ്യത്തെ ആദ്യ വിമാനത്താവളമെന്ന നേട്ടത്തിലേക്ക് കടക്കുകയാണ് സിയാൽ. ഇതിന്റെ ഭാഗമായി കേരള ഹൈഡ്രജൻ വാലി ഇന്നൊവേഷൻ ക്ലസ്റ്റർ ഫൗണ്ടേഷനും സിയാലും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. വൈദ്യുതി മന്ത്രിയും അനഡ് ഭരണസമിതി ചെയർമാനുമായ കെ കൃഷ്ണൻകുട്ടിയും സിയാൽ ഡയറക്ടറും വ്യവസായ മന്ത്രിയുമായ പി രാജീവും ധാരണാപത്രം കൈമാറി. കേരള ഹൈഡ്രജൻ വാലി പദ്ധതിയുടെ ഭാഗമായി ദേശീയ ഗ്രീൻ ഹൈഡ്രജൻ മിഷന്റെ പിന്തുണയോടെ 3 ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഇലക്ട്രിക് ബസ്സുകളാണ് വിമാനത്താവളത്തിൽ ആദ്യഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിക്കുക. ഓരോ ബസ്സിനും പരമാവധി 2.90 കോടി രൂപ വീതം ആകെ 8.7 കോടി രൂപയുടെ ധനസഹായം KHVIC ഫൗണ്ടേഷൻ നൽകും. ഒരു വർഷത്തിനകം ബസ്സുകൾ വാങ്ങി സർവീസ് തുടങ്ങാനാണ് തീരുമാനം. ബസ്സുകളുടെ ഉടമസ്ഥതാവകാശം സിയാലിനായിരിക്കും. പ്രവർത്തന ചെലവും പരിപാലന ചെലവും സിയാൽ തന്നെ വഹിക്കും. റൂട്ടുകളും പ്രവർത്തന മാതൃകയും സിയാൽ നിശ്ചയിക്കും. സിയാലും BPCL ചേർന്ന് നിർമ്മിച്ച ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് പ്രവർത്തനക്ഷമമായതോടെ ബസ്സുകൾക്ക് ആവശ്യമായ ഇന്ധന വിതരണം വിമാനത്താവളത്തിനുള്ളിൽ തന്നെ ഉറപ്പാക്കാം. കാർബൺ കുറയുകയും ശബ്ദമലിനീകരണം നിയന്ത്രിക്കപ്പെടുകയും ചെയ്യും. യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമായ സുസ്ഥിര ഗതാഗത സംവിധാനത്തിലേക്കുള്ള മാറ്റത്തിനും ഇത് വഴിയൊരുക്കുമെന്നാണ് പ്രത്യാശ.